നിന്റെ കിനാവിൽ തങ്കം പൂശിയതാര്. ഞാൻ പാടുമ്പം എൻ്റെ ഭാര്യ ദീപ പാടല്ലേ ദീപ. ഇതുമാതിരി എൻ്റെ കുടുംബന്മാർ ഒരാളും കൂടി പറയാറുണ്ട്. ആരായിരിക്കാം? പൃഥ്വിരാജ്. അപ്പോൾ പൃഥ്വിയുടെ അടുത്ത് ഞാനത് എന്തെങ്കിലും പാട്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ആരാ പാടാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു പിന്നെ പാട്ട് ട്യൂണായിക്കണ്ട, നിങ്ങളെന്തിനാ പാടുന്നത്, നിങ്ങൾ വേറെ ആരെയും കൊണ്ട് പാടിപ്പിക്കൂ എന്ന് പറയുന്ന ഒരേ ആൾ പൃഥ്വിരാജാണ്. ഇതുപോലെ നേരത്തെ ചെയ്ത് വെച്ചിട്ട് പിന്നീട് സിനിമയിൽ യൂസ് ചെയ്ത പാട്ടുകളൊക്കെ ഉണ്ടോ? ദൈവം സഹായിച്ച് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നും റിജക്റ്റ് ആയിട്ടില്ല. ഇനി റിജക്റ്റ് ആയാൽ തന്നെ അത് തൊട്ടടുത്ത പടങ്ങളിൽ ഇടും. ആദം ജുവാന്റെ ചെയ്ത പാട്ടുകളാണ് സൺഡേ ഹോളിഡേയിൽ വർക്കൗട്ട് ആയത്. മഴപാടുമാണ് ഈ കാറ്റ് വന്നതിന് പകരം ചെയ്തിരുന്നത്. പക്ഷെ അപ്പൊ അത് പാട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ സിറ്റുവേഷന് വർക്കൗട്ട് ആവുമെന്ന് സംശയം ഉണ്ടായിരുന്നു പൃഥ്വിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ട്യൂൺ ഇസ് ഡിഫറെന്റ്, ഇതല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇതല്ല പറഞ്ഞതിങ്ങനെ ഇട്ടു. അപ്പം ഇട്ട് കഴിഞ്ഞപ്പം പുള്ളി പാടിയ ട്യൂൺ പുള്ളി ഒന്ന് നിങ്ങളുടെ ട്യൂൺ ഒന്നിട്ടെ. അപ്പോൾ എൻ്റെ ട്യൂൺ ഇട്ടു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്ന് ഞാനുണ്ടാക്കിയ ട്യൂണല്ലേ കുറച്ചുകൂടി നല്ലത്, അത് പോരെ എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലത് എന്താ വെച്ചാൽ ഡയറക്ടർ സമ്മതിച്ച ട്യൂണാണ്. ഇനിയിപ്പോൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് ഡയറക്ടറോട് പറ അതിനേക്കാളും നല്ല ട്യൂൺ ഉദിത് നാരായൺ പാടിയപ്പോൾ വന്നു, അതുകൊണ്ട് അത് എടുത്തു. ലാലേട്ടനൊന്ന് പാടി നോക്കുന്നോ? പുള്ളി ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ ആയത് നാൻസി ചേച്ചിക്ക. അയ്യോ ജീൻ്റെ പടത്തിൽ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താണ്? അല്ല മോനെ വേറെ ഏതെങ്കിലും പടത്തിൽ പഠിച്ചു, എൻ്റെ മോൻ്റെ പടത്തിൽ അത് വേണ്ട. അപ്പോൾ ലാലേട്ടന് ആകെ ടെൻഷനായി. ഇല്ലടി ഞാനത് നശിപ്പിക്കില്ല, നന്നായിട്ട് തന്നെ പാടാം. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്, ലാലേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ പാടിക്കഴിഞ്ഞ് ഇവളൊന്ന് കേൾക്കട്ടെ, ഓക്കെ ആണെങ്കിൽ മതി. പക്ഷെ ഈ ട്രോള് വന്നിട്ട് ഇതാണോ അതാണോ എന്ന് ചിന്തിച്ചിട്ട് കേട്ടു നോക്കൂ എന്ന് പറയുമ്പോൾ ശരിയാണല്ലോ, ഇത് രണ്ടിന്റെ ഇടയിലാണ്. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും ആ വാക്ക് എന്തായിരുന്നത്? മെഹഫില് കൊഴുക്കണ പെണ്ണെ. നരന് വന്നു കഴിഞ്ഞ് എന്ത് ചെയ്തിട്ടും പിച്ചങ്ങ് ശരിയാവുന്നില്ല. അപ്പം ഞാൻ വിനീതിൻ്റെ അടുത്ത് പറഞ്ഞു വിനീത് എന്താ വിനീത്? അപ്പം പറഞ്ഞു എനിക്കും തോന്നുന്നു എന്തോ പ്രശ്നമുണ്ടല്ലേ. പിന്നെ ഞാൻ വിനീതിനെയും എൻ്റെ വൈഫിന് പാട്ട് പഠിക്കണമെന്ന് കുറേ ആഗ്രഹമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും ഹിന്ദുസ്ഥാനിക്ക് ചേർത്തു. ആ ഫസ്റ്റ് ഡേ ഹിന്ദുസ്ഥാനിക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ സാറിന് കൊണ്ടുപോയി കുറേ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെയാണ്. കുറേ ഫ്രൂട്ട്സ് ആയിട്ട് അന്ന് അവനെ കണ്ടു എന്നല്ലാണ്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല. ഈ ഇപ്പൊ സോഷ്യൽ മീഡിയ കിടന്ന് കറയും കൊണ്ടിരിക്കുന്ന സാധനമാണ് പണ്ടത്തെ അമൃത ടിവിയുടെ ഒരു സൂപ്പർ സിംഗറിലെ കുറെ കാര്യങ്ങൾ. അതായത് സൂപ്പർ സ്റ്റാർ. അപ്പം കുട്ടികൾ പാടി കഴിയുമ്പോഴത്തേന് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ പറയുന്ന കാര്യം അതപ്പോ അതിന്റെ സ്ട്രാറ്റജി ആയിരുന്നു. എന്തായിരുന്നു അത്? തികച്ചും ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അത് സ്ട്രാറ്റജി കൈവിട്ടു പോകാന്ന് പറയില്ലേ, അതാണ് സംഭവിച്ചത്. ജനങ്ങൾ കാണുമ്പോൾ ഇത് ഇവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്തതാണെന്നുള്ള സംഭവം അറിയില്ല. കാരണം നമ്മുടെ ഇന്നിയേഴ്സിൽ പ്രൊഡ്യൂസർ പറയും നമ്മളാണ് പൊളിച്ചോ നമ്മുടെ കുട്ടിയാണ് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില സിനിമകളൊക്കെ എടുക്കുമ്പോഴത്തേക്കിനെ അതായത് കഴിഞ്ഞ ദിവസം ക്രിസ്റ്റോയുടെ ഒരു ഇന്റർവ്യൂ ആണ്. നമ്മൾ ക്രിസ്റ്റോ സേവിയർ ഇല്ലേ, മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ആളുടെ ഇന്റർവ്യൂവിൽ ആളിങ്ങനെ പറയുന്നുണ്ട്, അതായത് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത്. ആദ്യം ഒരു ചാൻസിന് വേണ്ടി സുഷിൻ ചേട്ടൻ്റെ അടുത്താണ് പോയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ സ്ട്രഗിൾ ഉണ്ടല്ലോ, ഇതുപോലെ എന്തായാലും ദീപക്കേട്ടനെ കാണുമല്ലോ തുടക്കകാലത്തെ ആരുടെയെങ്കിലും ഒന്ന് അണ്ടറിലൊന്ന് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ചാൻസെങ്കിലും കിട്ടണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഭയങ്കര സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു ആ സമയത്ത്. സ്ട്രഗിളിങ് ഫേസ് എനിക്ക് കൂടുതലും കൊച്ചിയിലായിരുന്നു ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് ആൾക്കാരുടെ ചിന്താഗതി കുറച്ചും കൂടി നാരോ ആയിരുന്നു. ഞാൻ ഈ പ്രോഗ്രാമിംഗ് കൊണ്ട് ഇവിടെ പല സ്റ്റുഡിയോസിൽ ട്രാവൽ ചെയ്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് പോയപ്പോഴെല്ലാം ഇത് ഭയങ്കര ഒരു ക്രൈം പോലെയായിരുന്നു. കാരണം ഈ ഒരു കീബോർഡും കൊണ്ട് വന്ന് ഇതിൻ്റെ അകത്ത് എല്ലാ ഇൻസ്ട്രുമെൻസും പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറേ ആൾക്കാരുടെ വർക്ക് ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഒതുക്കി ആരും വിളിക്കരുത് ഇയാളെ എന്നൊക്കെ പറഞ്ഞിട്ടായപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം പഠിക്കുകയും ചെയ്തു. പക്ഷെ എല്ലാവരും ഇതിനൊരു പാപം പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പം എന്നെ ഒരു സ്റ്റുഡിയോയിൽ കണ്ട എല്ലാവരും മൊത്തമായിട്ടൊന്ന് അളന്നു നോക്കുന്നു, ഇവനിപ്പോൾ എന്ത് കണ്ടുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, എല്ലാവരും ജോലി പോകാനാണോ? അപ്പം അങ്ങനെ വന്നിട്ട് പിന്നെ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ ഒരു വർഷത്തോളം ഞാനിവിടെ കോളേജും കഴിഞ്ഞിട്ട് ജസ്റ്റ് ജിങ്കിൾസ് മാത്രം ചെയ്ത് ഇരുന്ന സമയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സിദ്ദിഖേട്ടൻ എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ചെയ്യും, കേരളത്തിൽ ഇനി നിൽക്കണ്ട, അവിടുത്തെ ഒരു തിങ്കിങ് ഇപ്പോഴത്തെ പ്രകാരം വർക്കൗട്ട് ആവില്ല, കുറച്ച് കഴിഞ്ഞാൽ മാറിയാൽ നല്ലത്, വേറെ നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ചെന്നപ്പം ചക്ക വീണ് മുതൽ ചാവുന്ന മാതിരി ഫസ്റ്റ് എന്നെ വീണത് റഹ്മാൻ സാറിൻ്റെ അടുത്തായിരുന്നു. അതും വളരെ ലക്കായിരുന്നു. അതായത് വേറൊരു സ്റ്റുഡിയോയിൽ വർക്കിന് പോയപ്പം ഈ കീബോർഡ് അദ്ദേഹം ഈ കീബോർഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. കാരണം ഞാനപ്പോൾ US വന്നപ്പോൾ ലേറ്റസ്റ്റ് കീബോർഡും കൊണ്ട് വന്നതുകൊണ്ട് ആ കീബോർഡ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് ലണ്ടനിൽ വെച്ചിട്ടാണ് വന്നത്. അത്യാവശ്യമായിട്ട് ആ കീബോർഡുള്ള ഏതെങ്കിലും പ്ലെയർ ചെന്നൈയിലുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ പേര് വന്നു. അങ്ങനെ അതായത് സ്റ്റുഡിയോ.
അപ്പം എന്നാൽ പിന്നെ ആ പ്ലെയറിൻ്റെ അടുത്ത് ആ കീബോർഡ് ഒന്ന് വേണമെന്ന് പറ എന്ന് പറഞ്ഞിട്ട് കീബോർഡ് കൊടുക്കാനായിട്ട് പോയതാണ് ഞാൻ. അങ്ങനെ പുള്ളിയെ കണ്ടപ്പോൾ പുള്ളി വെച്ചെന്നാൽ എൻ്റെ കൂടെ വായിക്കുന്നോ, ഒരു പടത്തിന് വായിച്ചിട്ട് പോവാം. അങ്ങനെയെല്ലാം ഞാൻ പോലും അറിയാതെ ഇങ്ങനെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി വായിച്ചു കഴിഞ്ഞപ്പം പുള്ളി വായിപ്പിച്ച പ്ലെയറാന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കൺസിഡർ ചെയ്തു. അങ്ങനെ ഒന്ന് മറ്റേതിലേക്ക് ഇങ്ങനെ വഴി ഒരുക്കി തന്നു. ആ കീബോർഡ് എന്തെങ്കിലും പ്രത്യേകതയുണ്ട്? കാരണം എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അധികം അറിയില്ല, അതായത് ചോദിക്കുന്നത്. അത് ആക്ച്വലി അന്നത്തെ കാലത്ത് ഒരു 20 വർഷം, 20 അല്ല, ഇത് ഒരു 25 വർഷം 24 വർഷമെങ്കിലും ആയി കാണും. ട്രൈറ്റൺ എന്ന് പറയുന്ന കീബോർഡ്. അത് ഞാൻ US പോയപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്പോഴത്തെ ലേറ്റസ്റ്റ് അവിടെ ഇറങ്ങി ഉടനെ വാങ്ങിയിട്ട് വന്നതാണ്. ഇവിടെ എത്താൻ അത് കുറേ നാൾ പിടിക്കും. അന്നൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞാലൊക്കെ ഇവിടെ അത് കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മ്യൂസിക്കിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച സ്ഥിതിക്ക് നല്ലൊരു കീബോർഡ് വാങ്ങിയിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ അത്രയും ലേറ്റസ്റ്റ് ആയതുകൊണ്ട് തന്നെ അന്ന് അധികം ആൾക്കാരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇദ്ദേഹം യൂസ് ചെയ്യുന്നത് അതായിരുന്നു. അപ്പൊ ആ ഒരു കീബോർഡാണ് അതിനുള്ള കാരണം. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഈ സംസാരിച്ചപ്പോ എനിക്ക് എന്താ ഓർമ്മ അറിയോ, അതായത് ഈ ആക്ടിങ് ഫീൽഡ് പൃഥ്വിരാജ് ആണെങ്കിൽ മ്യൂസിക് ഫീൽഡ് ദീപക് ദേവ്. അതായത് അവിടെ എന്ന് പറയുമ്പോഴത്തെ എല്ലാ മേഖലയും കവർ ചെയ്തിരിക്കുന്ന ഒരാളാണ് പൃഥ്വിരാജ്. ഡയറക്ടർ, സിംഗർ, ആക്ടർ, പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ എല്ലാം. ഇപ്പൊ തിരിച്ച് ഇവിടേക്ക് വരുമ്പോഴത്തേന് ദീപക്കേട്ടൻ പറഞ്ഞ ഇപ്പൊ ആ കാര്യം തന്നെയല്ലേ. കാരണം ഞാൻ വരുമ്പോഴേ എല്ലാവർക്കും പേടിയാണ്, കാരണം ഏതൊക്കെ മേഖലയിൽ ആരുടെയൊക്കെ ജോലി കളയുന്നുള്ളത്, കാരണം എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നുള്ളത്. അപ്പം അത് ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചു ആൾക്കാർ. പക്ഷെ ഇപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഭയങ്കര അപ്രിസിയേഷൻ ആണ്. കാരണം ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടറിന്റെ ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ ഒരു ട്യൂൺ കമ്പോസ് ചെയ്ത ഉടനെ അതിൻ്റെ ഒരു സാമ്പിൾ ഒരു ഫിലിം ഡയറക്ടറിനെ കേൾപ്പിക്കണമെങ്കിൽ ഇതിനൊന്ന് പ്രോഗ്രാം ചെയ്ത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊരു ധാരണ ആദ്യം കിട്ടുമല്ലോ. അപ്പം നേരെ മറിച്ച് കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പ്രോഗ്രാമറിനെ കൂടി ഇരുത്തി കമ്പോസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കുറേ എന്താ പറയുക വേസ്റ്റ് ഓഫ് ടൈമും ഉണ്ടാവും, വേസ്റ്റ് ഓഫ് മണിയും ഒക്കെ വരും. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ അതൊരു റിക്വയർമെന്റ് ആയി. ഇപ്പൊ ഞാൻ തന്നെ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഞാൻ തന്നെ ഒന്നിച്ച് ചെയ്താൽ മതി എന്നുള്ളതില്ലല്ലേ. ആഹാ. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അതായത് ചേട്ടൻ പണ്ട് ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ചെയ്തു വെക്കുമല്ലോ, വെറുതെ ആണെങ്കിൽ. ചേട്ടൻ തന്നെ പറഞ്ഞു, ഇപ്പം സിദ്ദിഖ് സാറൊക്കെ പറയും എന്റെ ടെൻഷൻ ഉള്ളത് കൊണ്ട് നീ ചെയ്തു വെച്ചാൽ മതി, പിന്നെ അത് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇതില്ല. അപ്പൊ അന്ന് കുറെ കാര്യങ്ങൾ ചെയ്തു വെക്കും. ചിലപ്പോൾ ഇത് സിനിമയെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ പൃഥ്വിരാജേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ ആദം ജോൺ എന്നുള്ള പടത്തില് അതായത് ഒരു പാട്ട് ചെയ്തു കൊടുത്തപ്പോൾ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല പൃഥ്വിരാജേട്ടൻ്റെ. പക്ഷെ ഏതോ ഒരു പഴയ പാട്ടിങ്ങനെ കേൾപ്പിച്ചപ്പോൾ ഇത് മതി എന്നുള്ള നമ്മുടെ ആ ഒരു ക്രിസ്ത്യൻ സോങ്, അതെ ആ പാട്ട്, അത് പണ്ടിപ്പോഴോ ചെയ്തു വെച്ചൊരു സാധനമാണ്. പക്ഷെ ഇപ്പൊ അത് യൂസ് ചെയ്തപ്പോൾ അത് ഭയങ്കര ഹിറ്റായി, ആ പാടത്തിന് കറക്റ്റ് ആപ്റ്റായി. അത് ആക്ച്വലി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഓരോ മ്യൂസിക്കിന് ഓരോ സ്റ്റൈലില്ലേ, ആ കാലഘട്ടത്തിന് ആ സ്റ്റൈൽ കറക്റ്റ് ആയിരിക്കും. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റൈൽ ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഞാനത് മാറ്റി വെച്ച പാട്ടായിരുന്നു. ഞാൻ പോലും മറന്നുപോയി. പക്ഷെ അദ്ദേഹം കേൾപ്പിച്ച കുറേ റെഫറൻസിൽ ഈ സ്റ്റൈലായിരുന്ന ആ പാട്ടുകളിലൊക്കെ ഈ റെഫറൻസ് കേൾപ്പിച്ച ഒരു 4-5 തമിഴ് പാട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇതിൻ്റെ ഒരു ബേസിക് ഫീലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതിപ്പോൾ വർഷങ്ങൾ മുമ്പ് ഞാൻ ചെയ്ത പാട്ടുകളൊക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പാട്ടുണ്ട്, അത് ഞാനൊന്ന് ഓർത്തെടുക്കണം. പിന്നെ ഞാൻ ഓർത്തെടുത്ത് അയച്ചു കൊടുത്ത പുള്ളി പറഞ്ഞു ഇതെപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു 97-98 കാലഘട്ടത്തിൽ ചെയ്തതാണ്. പുള്ളി പറഞ്ഞു അപ്പോൾ ചെയ്ത വേറെ വല്ല പാട്ടുകളുണ്ടോ കയ്യിൽ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എന്ത് പറ്റി? നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യണ്ട, അപ്പോൾ ചെയ്ത പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് തമാശയായിട്ട് പറഞ്ഞു. അപ്പോൾ അത് വർക്കൗട്ട് ആവുകയും ചെയ്തു. ഇതുപോലെ നേരത്തെ ചെയ്ത് വെച്ചിട്ട് പിന്നീട് സിനിമയിൽ യൂസ് ചെയ്ത പാട്ടുകളൊക്കെ ഉണ്ടോ? പിന്നെ അങ്ങനത്തെ പാട്ട് ഇല്ല. പിന്നെ ചെയ്തതെല്ലാം ദൈവം സഹായിച്ച് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒന്നും റിജക്റ്റ് ആയിട്ടില്ല. ഇനി റിജക്റ്റ് ആയാൽ തന്നെ അത് തൊട്ടടുത്ത പടങ്ങളിൽ ഇടും. ആദം ജോവാനെ ചെയ്ത പാട്ടുകളാണ്, റിജക്റ്റ് ആയ പാട്ടുകളാണ് സൺഡേ ഹോളിഡേയിൽ വർക്കൗട്ട് ആയത്. അത് മഴപാടുമാണ് ഈ കാറ്റ് വന്നതിന് പകരം ചെയ്തിരുന്നത്. പക്ഷെ അപ്പൊ അത് പാട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ സിറ്റുവേഷന് വർക്കൗട്ട് ആവുമെന്ന് സംശയം ഉണ്ടായിരുന്നു പൃഥ്വിക്ക്. അങ്ങനെയാണ് അതേ സമയത്തായിരുന്നു 2 പടവും ചെയ്തിരുന്നത്. ഇല്ല, എഴുതിയില്ല, ട്യൂൺ മാത്രം. ട്യൂൺ ഇങ്ങോട്ടാക്കി ജിസ്മോനെ കേൾപ്പിച്ചപ്പോ ജിസ്മോന് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് നല്ല രസമായിട്ടുണ്ട്, ഞാൻ പറഞ്ഞു നന്നായിട്ട് എടുത്തു തോന്നുന്നു. അത് ഇപ്പൊ ഒരു പുതിയ അറിവായിരിക്കും. ഓക്കെ, ഈ മുമ്പേ സംസാരിച്ചില്ല നമ്മൾ പ്രോഗ്രാം മറ്റേ പ്രൊഡ്യൂസറാണ്, കമ്പോസറാണ്. സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചേട്ടാ? ശരിക്കും ഇത് തമ്മിലൊക്കെ ഉള്ളൊരു ഡിഫറൻസ് എന്താണ്? കമ്പോസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ട്യൂൺ ഉണ്ടാക്കുന്ന ആള്. അറേഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ ട്യൂണിന് ഓർക്കസ്ട്രേഷൻ ചെയ്ത് ഓരോ ഇൻസ്ട്രുമെന്റ്സ് എവിടെയൊക്കെയാണ്, എന്തൊക്കെ റോളാണ് ഓരോ ഇൻസ്ട്രുമെന്റ്സിനുള്ളത്, അത് തീരുമാനിക്കുന്ന ആളാണ് അറേഞ്ചർ. പിന്നെ പ്രോഗ്രാമർ എന്ന് പറയുന്നത് ഈ ലൈവായിട്ട് അല്ലെങ്കിൽ ഈ ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ റോൾ എഴുതി കഴിഞ്ഞാൽ അത്
ചിട്ടപ്പെടുത്തി കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്തെടുക്കുന്ന ആളാണ് പ്രോഗ്രാമർ. അപ്പോൾ ഈ കീബോർഡിലും കമ്പ്യൂട്ടറിലും ഇപ്പോൾ എല്ലാ ടോൺസും ഉള്ളതുകൊണ്ട് ചില ആൾക്കാർ ബഡ്ജറ്റിന് വേണ്ടി അത് ചെയ്യും, ചില ആൾക്കാർ ബേസിക് സ്ട്രക്ചറിന് വേണ്ടി അത് ചെയ്തു വെക്കും. അപ്പോൾ അങ്ങനെ നല്ലൊരു പ്രോഗ്രാമർ ആണെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും സോങ്ങിന്. ആ ഫൗണ്ടേഷൻ്റെ മുകളിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഇപ്പോൾ വയലിൻസിൻ്റെ ടോൺ കീബോർഡിൽ വായിച്ചിടും, നല്ല വലിയ പ്രൊഡക്ഷനാണ്, അല്ലെങ്കിൽ അവർക്ക് ലൈവ് തന്നെ വേണമെന്ന് വെച്ചാൽ ഈ വായിച്ചതിൻ്റെ മുകളിൽ ലൈവും കൂടെ വായിക്കും. അപ്പം ഇനി അതൊന്നും ഇല്ലെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്ത സാധനം നല്ല പ്രോഗ്രാമർ ആണെങ്കിൽ ഇത് തന്നെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്ന ആൾ വിചാരിക്കും ഇത് ലൈവാണ് എന്ന്. അപ്പോൾ പ്രോഗ്രാമറിൻ്റെ ഒരു പെർഫെക്ഷനും റിയലിസം പോലെ ഇരിക്കും ആ പാട്ടിൻ്റെ ജനറലി ഒരു സൗണ്ടിങ്. പിന്നെ ഇതൊക്കെ മിക്സ് ചെയ്യുന്ന ആൾ, പിന്നെ വരുന്ന സൗണ്ട് എഞ്ചിനീയറിൻ്റെ സെക്ഷൻ. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഇതിനെ ഓരോ വോളിയം ഒക്കെ ഓരോ ഇൻസ്ട്രുമെൻ്റ് കറക്റ്റായി വെച്ച് വേണ്ടുന്ന പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ് സൗണ്ട് എഞ്ചിനീയർ, മിക്സിങ്. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമ്മൾ CD അല്ലെങ്കിൽ റേഡിയോയിൽ വരുന്നതിൻ്റെ മുമ്പേ മാസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഫൈനൽ ഒരു മിക്സ് ചെയ്ത് കഴിഞ്ഞ പാട്ടിനെ ബാലൻസ് ചെയ്ത് കുറച്ച് ബേസും ഹൈസും എല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് അത്യാവശ്യം നല്ല ടൈറ്റാക്കി ബാക്കി പാട്ടുകളുടെ ഒപ്പം ഒരേപോലെ നിൽക്കുന്നതിന് പറയുന്നതാണ് മാസ്റ്ററിങ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാനിത് പ്രോഗ്രാമിങ്ങിൻ്റെ ഒപ്പം തന്നെ സൗണ്ട് എഞ്ചിനീയറിങ്ങും, പിന്നെ ഞാൻ ഈ ബോംബെയിൽ പോയിരുന്ന സമയത്ത് അറേഞ്ചറായിരുന്നു പല മ്യൂസിക് ഡയറക്ടേഴ്സിന്. അപ്പോൾ ഈ എല്ലാം ഒരുമാതിരി ചെയ്ത് ശീലമുള്ളതുകൊണ്ട് എൻ്റെ പാട്ടുകൾ വരുമ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മിക്സിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു സംഭവം ഒരു പഞ്ച് കുറവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാറ്റണം തോന്നിക്കഴിഞ്ഞാൽ പ്രോഗ്രാമറും ഞാൻ തന്നെ ആയതുകൊണ്ട് തിരിച്ച് മറ്റേ തൊപ്പി മാറ്റി പ്രോഗ്രാമറിൻ്റെ തൊപ്പി എടുത്തിട്ട് പോയി അത് തിരിച്ച് വർക്ക് ചെയ്ത് തിരിച്ച് മിക്സിങ്ങിലേക്ക് വരും. അപ്പം നേരെ മറിച്ച് പ്രോഗ്രാം ചെയ്ത ഒരാൾ വേറെയും മിക്സ് ചെയ്യുന്ന ആൾ വേറെ ആണെങ്കിൽ പ്രോഗ്രാമറിൻ്റെ ജോലി കഴിഞ്ഞാൽ പ്രോഗ്രാമർ പോകും, പിന്നെ ഉള്ള സാധനം വെച്ച് സൗണ്ട് എഞ്ചിനീയർ നന്നാക്കി എടുക്കണം. അപ്പം എൻ്റെ ഇതിൽ ആകെ ഉള്ളൊരു ബോണസ് എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും ഞാനായതുകൊണ്ട് ഏത് സെക്ഷനിൽ പെട്ട് കഴിഞ്ഞാലും അതുകൊണ്ടുള്ളൊരു ഗുണവും ദോഷവും എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് നന്നായിട്ടുണ്ടെങ്കിൽ ഫുൾ ക്രെഡിറ്റ് എനിക്കെടുക്കാം. ആ പാട്ടിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ഏത് സെക്ഷനിൽ വന്നാലും അതിന് ഉത്തരവാദി ഞാൻ തന്നെയാണ്. അങ്ങനെ എല്ലാ പാട്ടുകളും നമ്മൾ ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്. എന്നാലും ചില പാട്ടുകളൊക്കെ ഇപ്പോൾ ഇറങ്ങി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ സിനിമ കണ്ടിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്ത് കണ്ടിട്ട് തിയേറ്ററിൽ കാണുമ്പോഴായിരിക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിപ്പൊന്നെങ്കിലും വെക്കായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ ശരിയാക്കായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത പാട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് കേൾക്കാറില്ല. കാരണം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം തോന്നും. സാധാരണ ആൾക്കാർ ആ പാട്ടിൻ്റെ ട്യൂണും അതിൻ്റെ ലിറിക്സുമായിട്ട് അത് ആസ്വദിക്കുമ്പം ഞാൻ അതിൻ്റെ ക്രിട്ടിക്കായിട്ടായിരിക്കും കേൾക്കുന്നത്. എനിക്ക് എൻ്റെ പാട്ട് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പാട്ട് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നും. എൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് ശരിയാവാനുണ്ടായിരുന്നു, പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം, ഇറങ്ങിയും പോയി എന്ന് തോന്നും. അതുകൊണ്ട് ഞാൻ കേൾക്കാറില്ല. റേഡിയോയിൽ വരുമ്പോൾ കേൾക്കും. കുറേ നാൾ കഴിഞ്ഞാൽ ചിലപ്പം മൈൻഡ് സെറ്റ് മാറും. അപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ, അത് ഇതിൻ്റെ വോളിയം കുറച്ചും കൂടി കൂട്ടാമായിരുന്നു കുറയ്ക്കാമായിരുന്നു എന്നുള്ളൊരു സംഭവം മനസ്സിന്ന് പോകും. ഒരു അറൗണ്ട് 5-6 മാസം കഴിഞ്ഞിട്ട് കേൾക്കുമ്പോൾ റേഡിയോയിൽ മറ്റു പാട്ടുകളുടെ കൂട്ടത്തിൽ വരുമ്പോൾ പിന്നെ അതൊരു ഫ്രഷ് പെർസ്പെക്റ്റീവിൽ കേൾക്കും. ഓക്കെ, ഇപ്പൊ ഈ പാട്ട് കേട്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു 2-3 മാസമായിട്ട് ദീപക്കേട്ടനെ കണ്ടിന്യൂസ്ലി വിളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്റർവ്യൂവിന്റെ ഫോളോ അപ്പിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഈ വിളിക്കുമ്പോഴൊക്കെ ഞാൻ കേൾക്കുന്ന പാട്ട് നമ്മുടെ ടൂർണമെന്റിലെ നമ്മുടെ പാട്ടാണ് മയിലേ കുയിലേ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും ചിലർക്ക് ചില പാട്ടുകളുമായിട്ട് ഭയങ്കര ആത്മബന്ധം കാണും, അല്ലെങ്കിൽ ചില പാട്ടുകളായിരിക്കും അവരുടെ ക്വാളിറ്റിയോട് മാറ്റത്തേ ഇല്ല. അപ്പൊ ഞാനിത് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കിന് ഞാൻ വിചാരിക്കും ചിലരെ വിളിച്ചിട്ട് കൂടുതൽ സമയം എനിക്ക് ദീപകണ്ണെ കിട്ടാറില്ല വോയിസ് മെയിലിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും ചിലർ ഈ പാട്ട് കേട്ട് എന്തായിരിക്കും, കാരണം അന്ന് ഒരുപാട് ട്രോളുകളും ഈ ഇങ്ങനെ കുറേ തമാശകളൊക്കെ വന്ന പാട്ടാണ് ഈ മയിലേ കുയിലേ എന്നൊക്കെയുള്ള വാക്കുകൾ മാറ്റിയിട്ട്. അപ്പൊ ഇവരെന്തായിരിക്കും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത്? അപ്പൊ ഈ പാട്ടുമായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ട്, അല്ലെങ്കിൽ അതെന്താണ് ഇങ്ങനെ കോളർ ട്യൂൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ കാരണം? എനിക്കോ, ഇത് ഇതൊരു സത്യം പറഞ്ഞ എന്റെ കോളർ ട്യൂൺ വെക്കുന്നത് ഞാനല്ല, എന്റെ മക്കളാണ്. അവർക്ക് ഇഷ്ടമുള്ള പാട്ട് അവർ വെക്കും. അപ്പൊ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലും പാട്ടെങ്കിലും കേട്ടിട്ട് വെക്കാലോ എന്ന് ഓർത്തിട്ട്. മറ്റേത് അവർക്ക് ആർക്കും ദഹിക്കാത്ത പാട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഈ പാട്ടും സഹിക്കുകയും വേണം, ആള് ഫോണും എടുക്കുന്നില്ല എന്നുള്ളൊരു സംഭവം. അവർക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചോ എന്ന് ഞാൻ പറയും. അങ്ങനെ അവര് ഇടക്കിടക്ക് മാറ്റി വെക്കുമ്പോൾ വന്ന് വീണ ഒരു പാട്ടാണിത്. അങ്ങനെ ഉദിത്തേട്ടന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കിനെ നമ്മൾ എനിക്ക് 2 പാട്ടുകൾ ചേട്ടന്റെ പാട്ടുണ്ട്, സ്പീഡ് ട്രാക്കിലും സുന്ദരി ഒന്ന് പറയൂ എന്നുള്ള പാട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും ഇതുപോലെ തന്നെ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ആളാണ് ഉദിത്തേട്ടനും ആ സൗണ്ടൊക്കെ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അതായത് നന്നായിട്ട് പാടും, പക്ഷെ ഈ സൗണ്ട് ആയിരിക്കും, കാരണം കൂടുതലും ദിലീപേട്ടൻ്റെ പടങ്ങളാണ് പാടുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും എങ്ങനെയാണ് ഈ ഉദിത്തേട്ടൻ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ ഈ പാട്ടുകളൊക്കെ എങ്ങനെ ഇത് ചെയ്യിപ്പിച്ചെടുക്കും, അതിൻ്റെ ഒരു എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഭയങ്കര കോമഡിയാണ്. അദ്ദേഹത്തിനോട് റെക്കോർഡ് ചെയ്യുമ്പം നമുക്ക് അദ്ദേഹം നമ്മളെ കളിയാക്കുകയാണോ അല്ല അദ്ദേഹം സീരിയസ് ആയിട്ടാണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിലും
നമ്മളെ കണ്ടു കഴിഞ്ഞാൽ സാർ 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 എന്ന് പറഞ്ഞിട്ട് ഒരു എക്കോ പോലെ ഒരു 10 സാർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ആക്കുന്നതാണോ ശരിക്കും സ്നേഹം കൊണ്ടാണോ എന്ന് മനസ്സിലാവില്ല. നമ്മൾ ചെല്ലുമ്പോൾ അദ്ദേഹം ഓടി ചെന്ന് ഫ്രണ്ടിൽ പോയിട്ട് ഉറക്കെ തുറക്കും, കയറും, മ്യൂസിക് ഡയറക്ടർ ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സംശയമായിരിക്കുന്നത്. പിന്നെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പാട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനെ പാട്ട് പഠിപ്പിക്കാൻ വേറൊരു മ്യൂസിക് ടീച്ചറായിരിക്കും വരുന്നത്, അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ടീച്ചർ. ആ മ്യൂസിക് ടീച്ചറിനെയാണ് ആദ്യം പാട്ട് പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹമാണ് അല്ലല്ല. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് ട്യൂൺ മനസ്സിൽ അംഗീകരിക്കില്ല. പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടുന്ന് പഠിച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്ക് മാറിപ്പോവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ട്യൂൺ പാടി, അപ്പോൾ പാടി കഴിഞ്ഞപ്പം ഇപ്പോൾ ഇദ്ദേഹം പാടുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ലിറിക്കും ട്യൂണും രണ്ടും ഒത്തു വരണം. ചിലപ്പോൾ ട്യൂൺ കറക്റ്റ് ആയിരിക്കും, ലിറിക്ക് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും, മലയാളം കൂടി ആയതുകൊണ്ട്. ഇപ്പം ഏതേതോ ഗന്ധർവന്റെ ഓടപ്പുൽത്തണ്ടിൽ, അപ്പോൾ ഈ ഏതേതോ എന്നുള്ളൊരു സംഭവം പുള്ളിക്ക് എന്തേ, അപ്പം ഞാൻ പറഞ്ഞു ഏതേതോ എന്ന് പറഞ്ഞു ഹിന്ദിയിൽ, അങ്ങനെ ഓർക്കുന്നു പറഞ്ഞു ഏതേതോ. അപ്പോൾ അതായത് എനിക്ക് താ എന്ന് പറയില്ല. അപ്പോൾ ഓ ഏതേതോ, ഓക്കെ 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 പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞാലേ പുള്ളിക്ക് ഹിന്ദിയിൽ ഒരു സാധനം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഏതേതോ ഇങ്ങോട്ട് താ, എന്നാൽ അതൊന്നുമല്ല നമ്മുടെ അർത്ഥം, ഏതേതോ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഹിന്ദി ആയിട്ട് സാമ്യമുള്ള ചില വാക്കുകൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി അത് ഹിന്ദിയിലും കൂടി അങ്ങ് എഴുതി വെക്കും, അതാണ് പ്രൊണൗൺസിയേഷൻ എന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം പുള്ളി പാടി ലിറിക്സ് കറക്റ്റായി, ട്യൂൺ കംപ്ലീറ്റ് വേറെ പാടിയത്. അപ്പം ഞാൻ പറഞ്ഞു ഉസ്ജി ട്യൂൺ ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ വേറെയാണോ, എനിക്ക് ഇതല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇതല്ല പറഞ്ഞത് ഇങ്ങനെ ഇട്ടു. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പം പുള്ളി പാടിയ ട്യൂൺ, പുള്ളി നിങ്ങളുടെ ട്യൂൺ എന്നിട്ടെ, അപ്പോൾ എൻ്റെ ട്യൂൺ ഇട്ടു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനുണ്ടാക്കിയ ട്യൂണല്ലേ കുറച്ചുകൂടി നല്ലത്, അത് പോരെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഡയറക്ടർ സമ്മതിച്ച ട്യൂണ്, ഇനിയിപ്പോൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് ഡയറക്ടറോട് പറ അതിനേക്കാളും നല്ല ട്യൂൺ ഉദിത് നാരായൺ പാടിയപ്പോൾ വന്നു, അതുകൊണ്ട് അത് എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉദിജി ഒന്ന് ട്രൈ ചെയ്യും. ട്രൈ ചെയ്യാം ഓക്കെ. പിന്നെ ഒരു 20 മിനിറ്റ് പുള്ളിയുടെ ഈ മനസ്സിൽ പെട്ടെന്ന് ട്യൂൺ ഇരിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു സംഭവം എന്താ വെച്ചാൽ പുള്ളി പാടുമുള്ള എക്സ്പ്രഷൻ, പുള്ളി ചിരിച്ച് ഒരർത്ഥം, ഞാൻ പുള്ളിയെടുത്ത് ചില സമയത്ത് എളുപ്പമായിട്ട് കിട്ടാനായിട്ട് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പാട്ടിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കും ഇതൊക്കെ എൻ്റെ അടുത്ത് എന്തിനാണ് പറയുന്നത്, ഹാപ്പി സോങ് തന്നെ, ഇറ്റ്സ് എ ഹാപ്പി സോങ്, ഇറ്റ്സ് എ ലവ് സോങ്, ദാറ്റ്സ് ഇറ്റ്, ബാക്കി ഐ വിൽ ഗിവ് ഇറ്റ് എന്ന് പറയും. അപ്പോൾ അർത്ഥമൊന്നും പുള്ളിക്ക് അറിയണ്ട. പുള്ളി ചെന്ന് ജസ്റ്റ് ചിരിച്ച് ഒരു കാലൊരു ടേബിളിൻ്റെ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ പൊക്കി വെച്ച് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കയ്യും വെച്ച് ഇങ്ങനെ അങ്ങ് ആക്ഷനും കാണിച്ച് പാടുമ്പം നമുക്ക് അതുവരെ നമ്മൾ ആ പാട്ടിനെ കുറിച്ച് ഇമാജിൻ ചെയ്തതിനേക്കാൾ ഒരു ഭയങ്കര ഒരു ചിയർഫുൾനെസ് ആ പാട്ടിൽ വരും. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ അറിയാതെ ഇങ്ങനെ പുഞ്ചിരിച്ചു പോകും പുള്ളി പാടുന്ന കേൾക്കുമ്പോൾ. കാരണം പുള്ളി പാടുന്നത് ചിരിച്ചോണ്ടാണ്. അതാണ് ഈ ആക്ടേഴ്സ്, ഇപ്പോൾ ദിലീപേട്ടൻ്റെ അഭിനയമാണെങ്കിലും ഫുൾ ടൈം ചിരിച്ചല്ലേ പുള്ളി അഭിനയിക്കുന്നത്. ലവ് സോങ്സ് ഒക്കെ വരുമ്പോൾ അത് ആ സിങ്ക് ആണ്, അതൊക്കെ എക്സ്പ്രഷൻ. ഇപ്പോൾ ദീപക്കേട്ടൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ആക്ടേഴ്സിനെ കൊണ്ട് തന്നെ പാടിപ്പിച്ച ഒരാളാണ് പൃഥ്വിരാജ് ചേട്ടന്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ബിജു ചേട്ടന്. അതിനിടയ്ക്ക് പറഞ്ഞിട്ട് കാര്യമാണ്, ഇതുപോലെ തന്നെ ഈ സോങ്ങിന്റെ കാര്യം വരുമ്പോഴത്തേ സൗണ്ട് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ട്രോളും മീംസും ഒക്കെ വരുന്ന ഒരു ആളാണ് ലാൽ സാർ. ലാൽ സാറിന്റെ പാട്ട് അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഹണീബിക്കാത്ത മെഹഫിൽക്ക് ആ പാട്ട്, ഇന്നലകൾ എന്നുള്ള പാട്ട്. അപ്പൊ ഈ ട്രോള് ഇപ്പോഴും ഒരു ഡൗട്ടാണ് അതെന്താണ് ആ വാക്ക് എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ അത് നമുക്കൊരു പോയിന്റ് കാണുമല്ലോ, അല്ലെങ്കിൽ ആസ് എ മ്യൂസിക് ഡയറക്ടർ ലാൽ സാർ പാടിയ ഓക്കെ ആയിരിക്കും ഈ പാട്ടിന് തുടക്കം എന്ന് ഏത് പോയിന്റിലാണ് തോന്നിയത്? അത് അദ്ദേഹം തന്നെയാണത് പാടുന്നത് സിനിമയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ്റെ പടം കൂടി ആയതുകൊണ്ട് അത് മൊത്തം ഒരു ഫാമിലി പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു ആ പടത്തിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. അദ്ദേഹത്തിൻ്റെ ഫാമിലീനെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു US ഷോസിന്, സിദ്ദിഖ് ലാൽ ഷോസിനൊക്കെ കീബോർഡ് പ്ലെയർ ആയിട്ട് ഞാൻ പോയ ആ ഒരു പരിചയമുള്ളതുകൊണ്ട് നാൻസി ചേച്ചി, ലാലേട്ടൻ എല്ലാവരുമായിട്ട് വളരെ ക്ലോസ് ആയതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്തതാണ്, ലാലേട്ടൻ ഒന്ന് പാടി നോക്കുന്നോ. അപ്പോൾ പാടുന്നതിൻ്റെ മുമ്പ് പറയുന്നതിൻ്റെ മുമ്പ് പുള്ളി ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ ആയത് നാൻസി ചേച്ചിക്കാ. അയ്യോ ജീൻ്റെ പടത്തിൽ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താണ്, അല്ല മോനെ വേറെ ഏതെങ്കിലും പടത്തിൽ പഠിച്ചോ, എൻ്റെ മോൻ്റെ പടത്തിൽ അത് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ചേച്ചി നന്നായിട്ട് പാടും അത്. അപ്പോൾ ലാലേട്ടന് ആകെ ടെൻഷനായി, ഇല്ലടി ഞാനത് നശിപ്പിക്കില്ല, നന്നായിട്ട് തന്നെ പാടും. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്, ലാലേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ പാടിക്കഴിഞ്ഞ് ഇവളൊന്ന് കേൾക്കട്ടെ, ഓക്കെ ആണെങ്കിൽ മതി. അതായത് അവിടെ മ്യൂസിക് ഡയറക്ടറിനേക്കാളും കൂടുതൽ ജീൻ്റെ അമ്മയുടെ ടെൻഷനായിരുന്നു. അതായത് പാടിയാൽ ശരിയാവുമോ,
അപ്പൊ അങ്ങനെ പാടി കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല അല്ലേ, കുഴപ്പമില്ല. നമുക്ക് പാസ് മാർക്ക് കൊടുക്കാം അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ നന്നായിട്ടുണ്ട്. ഇപ്പോഴും അതായത് ഇപ്പൊ കൂടുതൽ വരുന്നത് ഈ ജംഗിൾ റൂമിയുടെ ഒക്കെ പരസ്യത്തിൽ ഇപ്പൊ ലാൽ സാർ അതെ, അതെ, വന്നിട്ടുണ്ട്. അതെ. ഇപ്പൊ അപ്പോഴാണ് കൂടുതൽ വരുന്നത്. ഇപ്പൊ ആ വാക്ക് ഇത് മെഹഫിൽ കൊഴുക്കണ പെണ്ണാണോ മെഹഫിൽ കുളിക്കണ പെണ്ണാണെന്നൊക്കെ ഉള്ള, കാരണം ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ആ സാധനം എന്താണെന്ന്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ പരസ്യങ്ങളോട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് ട്രോളുകളുണ്ട്. അപ്പൊ ചേട്ടൻ എപ്പോഴും തോന്നിട്ടുണ്ട് ദൈവമേ ഇപ്പൊ ഈ ട്രോളുകൾ കൂടി വരുവാണല്ലോ, അന്ന് ഞാൻ പഠിച്ചല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ഇല്ല, ഇത് നമുക്ക് അന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ട്രോള് വന്നിട്ട് ഇതാണോ അതാണോ എന്ന് ചിന്തിച്ചിട്ട് കേട്ടു നോക്കൂ എന്ന് പറയുമ്പോൾ ശരിയാണല്ലോ, ഇത് രണ്ടിന്റെ ഇടയിലാണ്. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇവര് ഒരു പോസിബിലിറ്റി തരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ആ പോസിബിലിറ്റി മനസ്സിൽ വെച്ചോണ്ട് ചിന്തിക്കുമ്പോൾ മറ്റേതാണേ തോന്നുള്ളൂ. ശരിക്കും ആ വാക്ക് എന്തായിരുന്നത്? മെഹഫില് കൊഴുക്കണ പെണ്ണെ. അങ്ങനെ തന്നെയാണ്. അതായത് ഈ സിംഗേഴ്സിന്റെ ഒക്കെ കാര്യം വരുന്നത്, കലാകാരന്മാര് പ്രത്യേകിച്ച് ഈ പ്രണയം കൂടുതലുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു പ്രണയം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ തന്നെയാണോ? ഈ മ്യൂസീഷ്യൻസ് എല്ലാം ഭയങ്കര പ്രണയമുള്ളവരാണോ? മ്യൂസീഷ്യൻസ് പൊതുവെ സെൻസിറ്റീവാണ്, ഇമോഷണലാണ്. ഈ ഇമോഷനും സെൻസിറ്റിവിറ്റി ഒക്കെയാണ് ഈ ക്രിയേറ്റിവിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ കുറച്ച് കുസൃതി ഉണ്ടാവും. അത് ഈ റൊമാൻറ്റിക് ആവാം. പക്ഷെ അത് അസ്ഥാനത്തിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാലാണ് തിരിച്ചടി വന്നാൽ പിന്നെ ഒടുക്കത്തെ പ്രശ്നമായിരിക്കും, തിരിച്ചു വരാൻ പാടുമായിരിക്കും. ഇതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടിയാണ് ഒരു മ്യൂസീഷ്യൻ ആക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേനും ചേട്ടൻ ലവ് മാരേജ് ആയിരുന്നു സ്മൃതി ചേച്ചി. അപ്പം അതെങ്ങനെയായിരുന്നു ആ ഒരു കണ്ടുമുട്ടലൊക്കെ? ആ ഒരു അത് എത്രത്തോളം ഈ ഒരു മ്യൂസിക് ലൈഫിനെ മറ്റേ സ്വാധീനിച്ചിട്ടുണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എൻ്റെ ആദ്യ കാലത്തൊക്കെ പാട്ടുകൾ എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ചില ട്യൂൺസ് എല്ലാം എന്ന് പറയുന്നത് ലവ് ഇസ് ഇൻ ദി എയർ എന്ന് പറഞ്ഞു വരുന്നൊരു സംഭവം. അന്ന് നമുക്കിത് ആർട്ടിഫിഷ്യലായിട്ട് ഒരു കഥ കേട്ട് ആ മൂഡിലേക്ക് പോകാൻ അറിഞ്ഞുകൂടാ. നാച്ചുറലായിട്ട് പ്രണയിച്ച് നടക്കുമ്പോൾ വളരെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ കീബോർഡ് വെച്ച് അല്ലെങ്കിൽ ഗിറ്റാർ നോക്കുന്ന സമയത്ത് വരുന്ന ചില ട്യൂൺസ് ഇറ്റ്സ് എ റിഫ്ലക്ഷൻ ഓഫ് ദ മൈൻഡ്. അങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്നുണ്ടാക്കിയ കുറേ ജിംഗിൾസ്, പെണ്ണെ നിന്നെ സുന്ദരിയാക്കിയതാര്, അലുക്കാസിന്റെ ജിംഗിൾ, നിന്റെ കിനാവിൽ തങ്കം പൂശിയതാര്, ഇതൊക്കെ ആ കോളേജ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ പ്രണയം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ചെയ്ത ഡാൻഡിയ സംഭവമായിരുന്നു. അങ്ങനെ കുറേ ജിംഗിൾസ് ആയിരുന്നു അന്ന് എൻ്റെ പ്രണയം കൂടുതൽ ട്യൂൺസ് ആയിട്ട് വന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ചേട്ടന്റെ ലവ് സ്റ്റോറി ഒന്ന് ചെറുതായിട്ട് പറയാൻ പറ്റുമോ? അയ്യോ, എന്റെ ലവ് സ്റ്റോറി ലോകം മുഴുവൻ അറിയാം. അത് എന്നാലും എങ്ങനെയാണ് മുട്ടുകഞ്ഞി? ഇപ്പൊ നമ്മള് ഈ വാരണായത്തിലല്ലേ ആണല്ലോ ഇപ്പൊ നമ്മള് സൂര്യ ഗിത്താറൊക്കെ വെച്ച് പാടുന്ന ഒരു ഇതൊക്കെ കാണാറുണ്ട്. എവിടെ വരെ എത്ര ദൂരം വേണമെങ്കിൽ US വരെ പോയാൽ നമ്മൾ കണ്ടു. അങ്ങനെ US വെച്ചായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പാടി നടന്നിട്ടുണ്ടോ ദീപക്? സാധാരണ നമ്മള് ഒരു പാട്ട് പാടുമ്പോൾ നമ്മളുടെ കാമുകി ആരാന്ന് വെച്ചാൽ ഇപ്പോൾ ഭാര്യ എല്ലാം നമ്മൾ പാട്ട് കേൾക്കാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കും. ഞാൻ പാടുമ്പം എൻ്റെ ഭാര്യ ദീപ പാടല്ലേ ദീപ എന്ന് പറയുന്ന ഒരു ഭാര്യയാണ്. അപ്പോൾ അതായത് അത്രയും നന്നായിട്ടാണ് പാടുന്നത്, അതാണ് എൻ്റെ. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് വന്നാൽ നീ കേൾക്കണ്ട, മക്കളെ വിളിക്കും. പാടുമ്പോൾ ഡാഡി പ്ലീസ് ഡാഡി എന്ന് പറയും. അപ്പം ഞാനിത് കേട്ട് കഴിയുമ്പോൾ ഇതെന്താ, ഞാനുണ്ടാക്കിയ പാട്ടല്ലേ പാട്ടുകാരൊക്കെ പാടുന്നത്. അവർക്കാർക്കും പാട്ട് കേൾക്കുമ്പം പ്രശ്നമില്ലല്ലോ ഞാൻ പാട്ട് പഠിപ്പിക്കുമ്പം. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് പറയും, അവർ പച്ചയ്ക്ക് പറയാത്തതാണ്, നമ്മൾ കുടുംബമാണ്, നമുക്കെന്തും പറയാം. ഇതുമാതിരി എൻ്റെ കുടുംബന്മാർ ഒരാളും കൂടി പറയാറുണ്ട്. ആരായിരിക്കാം? നിങ്ങൾ പാടരുത്. അല്ല, പൃഥ്വിരാജ്. അപ്പോൾ പൃഥ്വിയുടെ അടുത്ത് ഞാനത് എന്തെങ്കിലും പാട്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ, പാട്ട് അയച്ചു കഴിഞ്ഞാൽ പുള്ളി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ആരാ പാടാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞ പിന്നെ പാട്ട് ട്യൂണായിക്കണ്ട, നിങ്ങളെന്തിനാ പാടുന്നത്, നിങ്ങൾ വേറെ ആരെയും കൊണ്ട് പാടിപ്പിക്കൂ എന്ന് പറയുന്ന ഒരേ ആൾ പൃഥ്വിരാജാണ്. ബാക്കി ആൾ ഇപ്പം ജിസ്റ്റോയ്ക്കൊക്കെ പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചില ആൾക്കാർ ഇങ്ങനെയുണ്ട്. അതിലെൻ്റെ വൈഫാണ് ഫസ്റ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പാടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ പുതിയ മുഖം പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പാടിയില്ലല്ലോ. അപ്പോൾ ഈ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ സമയത്ത് പാടണമൊക്കെ നമുക്ക് തോന്നുന്നില്ല, വെറുതെ ആണെങ്കിലും ചേട്ടൻ ഇപ്പൊ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ പാടുമല്ലോ ഈ സമയത്തൊക്കെ. അപ്പൊ ചേട്ടൻ എന്തായിരുന്നു, ബാത്റൂം സിംഗർ ആയിട്ട് മാറിപ്പോവോ? ഇല്ല, ഞാനത് ഫസ്റ്റ് ഇത് ഒരാളെ പാട്ട് പഠിപ്പിക്കുന്നത് വരെ ഞാൻ തന്നെ ആയിരിക്കും പാടുക. അതെല്ലാവരും സഹിച്ചേ പറ്റൂ.
അതെന്റെ മനസ്സിലുണ്ടല്ലോ ഫൈനൽ സാധനം. പിന്നെ ഇന്നത്തെ കാലം എളുപ്പമാണ്. ഇന്നിപ്പം നമ്മൾ പാടിയാലും എല്ലാം വരച്ചുണ്ടാക്കിയെടുത്ത് ഇറക്കാം. അതുകൊണ്ട് ഇപ്പൊ ഇനി ടെൻഷനൊന്നുമില്ല. ഇപ്പൊ ഈ പാട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നാണ്, വിനീതേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നരൻ എന്ന സിനിമയ്ക്കകത്തെ ആ ഒരു പാട്ടിലെ ഓഹോ എന്നുള്ള ആ പാട്ട്. അപ്പൊ ആ പാട്ടിന്റെ റെക്കോർഡിങ്ങിന് ചെന്നൈ വന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുവാണ്. അപ്പോൾ ഒരു നോട്ട് മാത്രം എത്ര പാടിയിട്ടും കറക്റ്റ് ആവുന്നില്ല. ചിത്രചേച്ചി വരെ ഒരു ഫുൾ പാട്ട് പാടിയിട്ട് ഇപ്പൊ വീട്ടിൽ ചെന്ന് കാണും, ഞാൻ പാടിയിട്ട് ശരിയായില്ല. അവസാനം ആ ഒരു വാശിപ്പുറത്ത് പാടിയിട്ടുള്ളൊരു പാട്ടാണെന്നുണ്ട്. അപ്പം വിനീതേട്ടൻ്റെ വേർഷൻ നമ്മൾ കേട്ടു. ഈ തൊട്ടിപ്പുറത്ത് ദീപക്കേട്ടൻ്റെ ഒരു വേർഷൻ കാണും. കാരണം ദൈവമേ വിനീത് വന്ന് നിൽക്കുന്നു, ഇവനാണെങ്കിൽ ഇട്ട് ശരിയാവുന്നില്ല, ഉച്ച വരെയായി അല്ലെങ്കിൽ വൈകിട്ട് വരെയായി. അപ്പം നമ്മുടെ ഉള്ളൊരു ടെൻഷൻ കാണല്ലോ ആസ് എ മ്യൂസിക് ഡയറക്ടറൊക്കെ. അപ്പം ആ ഒരു ഓർമ്മയുണ്ടോ? അത് ഈ കരളെ പാടി ഹിറ്റായി. അതേ സമയത്ത് മറ്റേ വേറൊരു പാട്ടും കൂടെ മറ്റേ ചാന്ത് പൊട്ടലൊരു പാട്ടും പാടിയിരുന്നു. ഇത് രണ്ടും ഭയങ്കര ഹിറ്റായി. പിന്നെ വിനീതിന് ഈ പാട്ട് പാടി ഇങ്ങനെ ഗാനമേളകൾ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ വിനീതിന് പാട്ട് പഠിക്കാനുള്ള സമയമില്ല, പിന്നെ പാട്ട് കേൾക്കാനുള്ള സമയമില്ല. ഈ പാട്ട് എല്ലായിടത്തും പാടി നടക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ ഈ നരനെ വിളിക്കുന്നത്. നരന് വന്നു കഴിഞ്ഞ് എന്ത് ചെയ്തിട്ടും പിച്ചങ്ങ് ശരിയാവുന്നില്ല. ഒരു അരനോട്ട് ഇറങ്ങിയിട്ടോ കയറിയിട്ടോ ആണ് പാടുന്നത്. അപ്പം ഞാൻ വിനീതിനടുത്ത് പറഞ്ഞു, വിനീത് എന്താ വിനീത് ഇത്? അപ്പം പറഞ്ഞു എനിക്കും തോന്നുന്നു എന്തോ പ്രശ്നമുണ്ടല്ലേ. ഞാൻ പറഞ്ഞു എന്തോ അല്ല, ഫുൾ പ്രശ്നമാണ്, അതെന്താ ശ്രുതി കിട്ടാത്തത്? അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അറിയില്ല ദൈവകേട്ടാ. ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും പാട്ട് പഠിക്കും. അപ്പം ഇവൻ പാടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ശരിയാ പാട്ട് പഠിക്കണം. പിന്നെ ഞാൻ വിനീതിനെയും എൻ്റെ വൈഫിനും പാട്ട് പഠിക്കണമെന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും ഹിന്ദുസ്ഥാനിക്ക് ചേർത്തു. ആ ഫസ്റ്റ് ഡേ ഹിന്ദുസ്ഥാനിക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ സാറിന് കൊണ്ടുപോയി കുറേ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. കുറേ ഫ്രൂട്ട്സായിട്ട് അന്ന് അവനെ കണ്ടു എന്നല്ലാണ്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ വൈഫ് കണ്ടിന്യൂസ് ആയിട്ട് പോയി. അപ്പം ഞാനിത് അന്നത്തെ ആ റെക്കോർഡിങ്ങിൻ്റെ അന്ന് പാടിക്കഴിഞ്ഞ് ഞാൻ പുള്ളിയെ ഇപ്പുറത്ത് വന്നിരുന്ന് കേൾപ്പിച്ചു. ഇതാണ് പ്രശ്നം, ഇതാണ് നീ പാടിയത്, ഓട്ടോട്യൂൺ ഇടുമ്പം ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഇതിലേക്കാണ് നമുക്ക് വരേണ്ടത്. ഇത് ഓട്ടോട്യൂൺ ഇല്ലാതെ കിട്ടണം, എന്നാലേ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഇത് കറക്റ്റ് ആവുള്ളൂ. ഈ പാട്ട് എങ്ങാനും ഹിറ്റായിട്ടുണ്ടെങ്കിൽ നീ സ്റ്റേജിൽ ഇത് എങ്ങനെ പാടും? അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ദിവകേട്ടാ ഗിൽട്ട് അടിപ്പിക്കില്ലേ, അത് വിട്ട് ഞാൻ ശരിയായിക്കോളാം, സ്റ്റേജിലാകുമ്പോഴേക്കും ഞാൻ ശരിയായിക്കോളാം എന്ന് പറയും. പക്ഷെ പിന്നെ ഇവൻ പെട്ടെന്ന് നമ്മളാരും അറിയാതെ ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ഇന്നുവരെ പഠിച്ചിട്ടില്ല. പക്ഷെ അവൻ ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്തു. അവൻ ഒറ്റയ്ക്കിരുന്ന് കുറേ എന്താ പറയേണ്ടത് പാടും. സിനിമ പാട്ടുകളാണെങ്കിലും നന്നായിട്ട് പാടി തെളിഞ്ഞതാണ്. ഇപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരെണ്ണം കൂടെ ആഡ് ഓൺ ചെയ്ത് ചോദിക്കാണോ, എന്നോട് ഒഫൻഡഡ് ആവരെന്ന് ചോദിച്ചാണ്. അതായത് ഇപ്പൊ തന്നെ ചേട്ടൻ സംസാരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇത് ശരിക്കും തగ్గടിക്കുന്നതാണോ സീരിയസ് ആയിട്ട് പറയുന്നതാണോ എന്നൊക്കെ ഞാൻ വിചാരിക്കും ഇപ്പൊ തന്നെ പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെ വിനീതേട്ടനോട് പറയുമ്പോഴേ വിനീതേട്ടനായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്, പക്ഷെ ഇത് തമാശക്കാണോ സീരിയസ് ആയിട്ടാണോ? അങ്ങനെ നോക്കുമ്പോൾ ഈ ഇപ്പൊ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങി കൊണ്ടിരിക്കുന്ന സാധനമാണ് പണ്ടത്തെ അമൃത ടിവിയുടെ ഒരു സൂപ്പർ സിംഗറിലെ കുറെ കാര്യങ്ങൾ. അതായത് കണ്ടസ്റ്റൻസിനോട് നമ്മൾ സൂപ്പർ സ്റ്റാർ. അപ്പം അതിലേക്ക് വരുമ്പോഴത്തേക്കിന് കുട്ടികൾ പാടി കഴിയുമ്പോഴത്തേന് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇവരിങ്ങനെ പറയുന്ന കാര്യം അതപ്പോ അതിന്റെ സ്ട്രാറ്റജി ആയിരുന്നു, എന്തായിരുന്നു അത്? അത് തികച്ചും ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അത് സ്ട്രാറ്റജി കൈവിട്ടു പോകാന്ന് പറയില്ലേ, അതാണ് സംഭവിച്ചത്. അതായത് അതിൽ കുറെ കുട്ടികൾ ചാനൽ തന്നെ വിടുന്നതായിരുന്നു. അതായത് ഈ വ്യൂവർഷിപ്പ് കൂട്ടാനും കോമഡി വരാനും. അപ്പോൾ ഈ ഒരു പെൺകുട്ടി വന്ന് നിങ്ങൾ കള്ളം പറയാ, നിങ്ങൾ കള്ളേ പറയുള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ചാനൽ തന്നെ പറഞ്ഞു വിടുന്ന കുട്ടികളാണ്. ഇതിൻ്റെ ഇടയിൽ ചില കുട്ടികൾ പുറത്ത് ഈ ഓഡിഷന് വന്ന് എന്താ പറയുക രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് പെൺകുട്ടികളെ ഭയങ്കരമായിട്ട് ഹെറാസ് ചെയ്യുന്ന ആൺപിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരാണെങ്കിൽ ഈ പെൺകുട്ടികളെ കംപ്ലീറ്റ് ഹെറാസ് ചെയ്ത് നടക്കുക എന്നുള്ളൊരു പ്രശ്നം പുറത്ത് നടക്കുമ്പോൾ നമ്മളുടെ അടുത്ത് പ്രൊഡ്യൂസർ വന്നിട്ട് പറയും ചെസ് നമ്പർ ഇന്ന നമ്പർ ഒരു രക്ഷയില്ല, പെൺകുട്ടികൾക്കൊക്കെ ശല്യം ഉണ്ടാക്കുന്ന ഒരുത്തന, അവനൊന്ന് വന്ന് പാട്ട് പാടുന്നില്ലെങ്കിൽ ഒന്ന് ശരിക്കും കുടഞ്ഞു വിടണം. അങ്ങനത്തെ ചിലവന്മാർ വന്ന് ചിലതൊക്കെ നന്നായിട്ട് പാടും, അവരെ നമ്മളൊന്നും പറയില്ല. പക്ഷെ ചിലവന്മാർ പാട്ടുമില്ല കയ്യിലിരിപ്പിങ്ങനെയാണെങ്കിൽ അവരാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ. അപ്പം ഇവർ ഈ പുറത്ത് കാണിക്കുന്ന പ്രശ്നം ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ അറിയുന്നില്ല. പല പെൺകുട്ടികളെയും ഇങ്ങനെയൊക്കെ ഹെറാസ് ചെയ്ത് വീട്ടിൽ അക്കമ്പനിമെൻ്റ് ഒന്നും ഇല്ലാതെ വന്ന കുട്ടികളായിരിക്കും. അങ്ങനെ ഇവർ വരുമ്പോൾ ഇവരെടുത്ത് നമ്മൾ കോമഡി കളിച്ച്
ഇവര് ഇപ്പൊ ചിലതൊന്നും അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഭയങ്കര പ്രശ്നമാണ്, ഒരു പെണ്ണിന്റെ മുടി പിടിച്ച് വലിച്ചു ഇവൻ, അപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ ആദ്യം അവൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരു വട്ടം ഉണ്ടാവുമല്ലോ. അപ്പൊ ഒന്നിക്കില്ല, അന്ന് ബാലഭാസ്കർ ഒക്കെ കൂടെ ഉണ്ടല്ലോ, ബാലഭാസ്കർ അൽഫോൺസ് അവരൊക്കെ പറയും നേരിട്ട് അങ്ങനെ കയറാൻ പാടില്ല, ആ വട്ടം 3 പ്രാവശ്യം കറങ്ങണം എന്നിട്ട് കയറണം എന്നൊക്കെ പറയും. അപ്പൊ ഇതൊക്കെ ആയിരിക്കും പുറത്ത് വേഗം കളിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്തത്. പക്ഷെ ഇതിൽ പകുതി കൂടുതലും ചാനൽ തന്നെ പറഞ്ഞു വിട്ടതാണ്. പക്ഷെ ഇത് ഈ സ്ട്രാറ്റജി കൈവിട്ടു പോകാന്ന് പറയുന്നത് ജനങ്ങൾ കാണുമ്പം ഇത് ഇവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്തതാന്നുള്ള സംഭവം അറിയില്ല. അവര് വിചാരിക്കുക ജഡ്ജസ് കളിയാക്കി. കാരണം നമ്മുടെ ഇന്നിയേഴ്സിൽ പ്രൊഡ്യൂസർ പറയും നമ്മളാണ് പൊളിച്ചോ നമ്മുടെ കുട്ടിയാണ് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴാണ് ഇതിന് സത്യാവസ്ഥ അറിയുന്നത്. നമ്മൾ പാവം ബലിയാടാവുന്നത് ദീപക്കേട്ടനും അൽഫോൺസേട്ടനും കൂടാണ് എന്നാ. അല്ല, ഇത് ഞാൻ കുറെ ഇതിങ്ങനെ കൈവിട്ട് പോവാന്ന് പറഞ്ഞപ്പോ ചാനലിന്റെ അടുത്ത് വിളിച്ച് അവരെടുത്ത് ഇത് നിങ്ങൾ ദയവ് ചെയ്ത് യൂട്യൂബിൽ നിന്ന് എടുക്കണം. കാരണം ഇത് കാണുന്നവൻ വേറെ രീതിയിലാണ് കാണുന്നത്. അവര് ഹ്യൂമറായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട്. ചില ആൾക്കാര് പാവപ്പെട്ട കുട്ടികളെ ഇങ്ങനെ ചെയ്യുന്നു, പക്ഷെ ഇതൊക്കെ ഹ്യൂമറിന് വേണ്ടി എല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ചാനലിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇത് എടുത്തു കളയണം. ഞാനും അൽഫോൺസും വിളിച്ചു പറഞ്ഞു. അങ്ങനെ ചാനൽ എടുത്തു കളഞ്ഞു. പക്ഷെ അതിന് മുമ്പേ വേറെ ആരോ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് അവരിതിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എത്ര കളഞ്ഞാലും ഇത് പിന്നെയും വന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് ഇതിൽ ഭയങ്കര ഹരം കണ്ടെത്തിയിട്ട് ഇത് അങ്ങിടുക. കാരണം ഇടുന്ന അവൻ്റെ യൂട്യൂബ് ചാനൽ പിന്നെ ഭയങ്കര കൗണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചങ്ങ് പോട്ടെ, എന്താണെന്ന് വെച്ചാൽ. ചേട്ടൻ്റെ കരിയർ ഇത്രയും എടുത്ത് നോക്കുമ്പോഴത്തേനും ചേട്ടൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഉള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഒരുപോലാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇഷ്ടം കാണില്ല. അങ്ങനെ ഒരു സോങ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടോ? പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ചെയ്യുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ സോങ് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് മനസ്സിന്ന് പോകും. ഈ ചെയ്യുന്ന സമയത്തുള്ളതിനേക്കാളും കൂടുതൽ ചില പാട്ടുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലെ ഇമോഷണലായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് എന്തോ ഒരു സന്തോഷം വരും. പക്ഷെ അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് ആരും ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ആ പടം ഓടിക്കാണില്ല. അപ്പം അതങ്ങനെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഭയങ്കര വിഷമം വരും. അങ്ങനെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സിംഫണി എന്ന് പറയുന്ന മൂവിയിൽ ചിത്രമണിക്കാട്ടിൽ എന്നുള്ള പാട്ട്, പക്ഷെ അത് ആ പാട്ട് നമുക്ക് ടി വിയിലൊന്നും അധികം കാണിക്കാൻ പറ്റാത്ത വിഷ്വൽസ് ആയിരുന്നു. അതെൻ്റെ 2ാമത്തെ പടത്തിൽ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ പനിമതിയെ പുണരും അതും സിംഫണിയിലുള്ളതാണ്. അപ്പൊ കേട്ടിട്ടുണ്ടോ? ഞാനത് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ട്യൂണിൽ കേൾക്കുമ്പോഴായിരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ പാട്ട് അധികം വിഷ്വൽസ് വന്നിട്ടില്ല. അപ്പൊ ആ വിഷ്വലും കൂടി വരുമ്പോഴാണല്ലോ ആൾക്കാർക്ക് സിനിമ പാട്ടുകൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. അന്ന് യൂട്യൂബും ഇല്ല, യൂട്യൂബൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇന്ന് പിന്നെ അറ്റ്ലീസ്റ്റ് ആ പാട്ട് മാത്രമായിട്ട് പടം ഓടിയില്ലെങ്കിലും പാട്ട് ആൾ കാണും. അന്നത്തെ കാലത്ത് പടം ഓടിയില്ലെങ്കിൽ പിന്നെ നോ ഡിസ്കഷൻ. അപ്പൊ അങ്ങനെ സംഭവിച്ചത് സിംഫണിയിലെ പാട്ടുകൾ. അപ്പൊ എൻ്റെ അടുത്ത് ഏറ്റവും ഫേവറേറ്റ് ഒരു നഷ്ടബോധം തോന്നുന്ന പാട്ടുകൾ വല്ലതും ഉണ്ടോ എന്ന് വെച്ചാൽ സിംഫണിയിലെ പാട്ടുകൾ. ഇപ്പം നമ്മുടെ തിരക്കുകൾ കാരണം നമുക്ക് ഒരുപാട് പടങ്ങൾ മിസ്സായി പോലും. ചില പടങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചിലപ്പം പടം ഇറങ്ങി കഴിയുമ്പോഴത്തേന് അയ്യോ ഇത് നല്ല അടിപൊളി ഹിറ്റ് പടമാ, കൈവിട്ട് പോയല്ലോ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും? അങ്ങനെ തോന്നിയിട്ടില്ല, നേരെ ഓപ്പോസിറ്റ് തോന്നിയിട്ടുണ്ട്. അതായത് ഞാനത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാന നിമിഷം അത് ചെയ്യാതെ വിട്ട് പോയിട്ട് അത് ഇറങ്ങി പൊളിയത് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്തില്ല എന്ന് തോന്നിയ കുറെ പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലതൊക്കെ വിടുന്ന സമയത്ത് വലിയ നഷ്ടമാണ് എന്ന് ഫീൽ ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. കാരണം ഡേറ്റ്സ് ചിലപ്പോൾ ക്ലാഷ് ആയിരിക്കും. ഗ്രാൻഡ് മാസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം ഒരു വളരെ നല്ല പടം ഞാനത് വിടേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു ഡയറക്ടറിന്റെ പടമായിരുന്നു. അപ്പോൾ അത് വിടുന്ന സമയത്ത് ആ ഡയറക്ടർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങൾ ആലോചിച്ചിട്ടാണോ എൻ്റെ പടം വിടുന്നത്, നിങ്ങൾ ആലോചിക്കൂ എന്ന് പറയും. ഞാൻ പറഞ്ഞില്ല, അത് കമ്മിറ്റ് ചെയ്ത് പോയ പടമാണ് ഗ്രാൻഡ് മാസ്റ്റർ. മാത്രമല്ല അത് ലാലേട്ടനും ഉണ്ണിച്ചേട്ടൻ്റെയും പടമാണ്. അപ്പം അത് കമ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് വാക്ക് പാലിക്കണം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് വരെ പിന്നെ ആ ഡയറക്ടറിനെ വിളിച്ചിട്ടില്ല. പക്ഷെ അത് ഇറങ്ങിയപ്പം ഭയങ്കര ബോംബായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു ജസ്റ്റ് സ്കിപ്പ് എന്നൊക്കെ പറയില്ലേ. പക്ഷെ അതിലൊരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഗ്രാൻഡ് മാസ്റ്ററിലെ പാട്ടുകളൊക്കെ അതുപോലെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന. ഇനി ഞാൻ മറ്റേ വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കിന് ഞാൻ ഒരു വലിയ സാധനം ചോദിക്കാൻ പോവാണ്. എനിക്ക് അറിയാം എന്തെങ്കിലും മറുപടി പറയുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തെങ്കിലും പറഞ്ഞ രാജുവേട്ടൻ ഏറെ കയറ്റുമെന്ന് എനിക്കറിയാം ചേട്ടന്. എന്നാലും ഞാൻ നമ്മുടെ L2 എമ്പുരാന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? അപ്ഡേറ്റ്സ്, അതിന്റെ അപ്ഡേറ്റ്സ് ഞാനിപ്പോ പറഞ്ഞോണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മ്യൂസിക് ചെയ്യുന്ന സമയത്തോ
അത് എൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല, എൻ്റെ ശവം പോലും നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. അത് ആൻ്റണി പെരുമ്പാവൂറും പൃഥ്വിരാജും കൂടി അതെടുത്തിട്ട് കടലിൽ കൊണ്ട് ഇടുക എന്ന് പറയില്ല, അത് കുറേശ്ശിനെ കൊണ്ട് തന്നെ ഇടിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊക്കെ നമ്മളിതിൽ വേണം. അല്ല എന്നാലും എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും ഒന്ന് പറയൂ. എമ്പുരാൻ ഇപ്പം നമ്മൾ മഞ്ഞുമ്മയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേന് നമ്മളെ സുഷിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീൻ മാറ്റുമെന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് തരൂ. ഇല്ല, എമ്പുരാനെ കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ ഇപ്പം ഞാനൊന്നും തന്നെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അത് സമയമാകുമ്പം എല്ലാവരും ഒരുമിച്ച് പൊട്ടിക്കുന്ന ഒരു ഡിസ്ക്ലോഷർ ആയിരിക്കും എന്തായാലും. പക്ഷേ മലയാളി പ്രേക്ഷകർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളി ആയിരിക്കും അല്ലേ? ഭയങ്കര ഒരു ആവട്ടെ. ചേട്ടൻ ഒന്നും പറയുന്നില്ല കേട്ടോ, എന്തൊക്കെയോ ഉണ്ട്. എല്ലാം മറ്റേ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഐ മീൻ അവരായിട്ടുള്ള ഈ പാട്ടിന്റെ ഒക്കെ ഡിസ്കഷൻ അങ്ങനെയൊക്കെ കഴിഞ്ഞു. പാട്ടിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്തോ ഒരു എന്താ പറയണ്ട, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്. വേണ്ട എന്നെ കൊണ്ട് ഇത് കുറച്ചു നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കഥ പറയിപ്പിച്ചിട്ട് നിങ്ങൾ വിടുള്ളൂ എമ്പുരാന്റെ. അത് ഈ കുട്ടിക്ക് അങ്ങനത്തെ ഒരു കഴിവുമുണ്ട്. ഓക്കെ, അപ്പം ഇനിയുള്ളത് നമ്മുടെ എമ്പുരാനാണെന്ന് പറഞ്ഞു. അപ്പൊ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, അതോ എമ്പുരാനിൽ തന്നെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഞാൻ കഴിയുന്നതും ഒന്ന് വളരെ ഇപ്പം നമ്മളെ വർക്കിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നിക്കൽ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സ്റ്റോറി, അല്ലെങ്കിൽ ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പേയ്മെന്റ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ചെയ്യാന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ അല്ലെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷൻ, രണ്ടും കോമ്പിനേഷൻ വന്നാൽ സൂപ്പർ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇവിടെ രണ്ട് കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നല്ലേ? ഏത് ഇതിപ്പോ രണ്ട് കോമ്പിനേഷൻ ഒന്നിച്ച് വന്നെന്നാ തോന്നുന്നത്. ഇത് ഓക്കെ. അപ്പൊ അത് പിന്നെ പേയ്മെന്റിനെക്കാളും കൂടുതൽ ജിസ്മോൻ എന്നുള്ള ഒരു ഫ്രണ്ടിന്റെ എമ്പുരാൻ ഡെഫിനറ്റ്ലി യെസ്. അത് പിന്നെ ആന്റണി പെരുമ്പാവൂർ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ എന്തെങ്കിലും മാറ്റി വെച്ചാലും കുഴപ്പമില്ല. കാരണം അത് അതിനനുസരിച്ചുള്ള ഒരു ടൈമും റിട്ടേൺസും ഉണ്ട്. പക്ഷെ നല്ല സ്ക്രിപ്റ്റും നല്ല സ്റ്റോറി വരുമ്പോൾ ഡെഫിനറ്റ്ലി ഞാനത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അത് എമ്പുരാൻ സ്ലോ പ്രോജക്റ്റാണ്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇടിയൻ ചന്തു, നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്, അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പീറ്റർ ഹെയിൻസിന്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുള്ള പടം. അപ്പൊ അതുമാതിരി എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന സംഭവം വരുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. പാട്ട് പാടുന്നില്ലല്ലോ? ഇല്ല, ഉറപ്പ് ഒരു പാട്ട് പാടുന്നില്ല, ഒരു പാട്ടില്ല, അതിന് ആലോചിക്കേ വേണ്ട. ഓക്കെ, അപ്പൊ ചേട്ടാ എന്തായാലും അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് സാധാരണ നമ്മൾ ഇന്റർവ്യൂസ് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ടോക്കിലൊക്കെയാണ് പോകുന്നത്. അപ്പം ഞാൻ മുത്തിമുട്ടിച്ചത് എനിക്ക് അറിയാൻ പറ്റില്ല, ചില സമയത്ത് കിളി പോയാലാണ് ഇരിക്കുന്നത്. കാരണം പാട്ടുകളെല്ലാം കൂടെ വന്നിട്ടേ ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. അപ്പം എന്തായാലും ഒരുപാട് ഹാപ്പി ആയിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. വളരെ വളരെ എൻജോയ് ചെയ്തു. സ്നേഹയുടെ ഇന്റർവ്യൂസ് കൂടുതലും ഈ ജാങ്കോ സ്പേസിൽ ഞാൻ കാണുമ്പോൾ എല്ലാം ഹ്യൂമർ ഫീൽഡ്, ധ്യാന്റെ കൂടെയും എല്ലാം കണ്ടു. പിന്നെ ഒരാൾ പ്രൊപ്പോസ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ കണ്ടു. അപ്പൊ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മള് അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും ഫൺ ഫീൽഡ് ആയിട്ട് വരുമ്പോൾ ഞാൻ വരുമ്പോൾ ഇതിനി ഇങ്ങനെ സീരിയസ് ആവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി, ആരെങ്കിലും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ സ്നേഹ തന്നെ അവരെ ചേർപ്പിച്ചെടുക്കുന്നതൊക്കെ മനസ്സിലായി. താങ്ക് യു. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച്. എന്നാലും എമ്പുരാന് ഓൾ ദി വെരി ബെസ്റ്റ്, അടിപൊളിയാവട്ടെ, സീൻ മാറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.